ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ശ്യാം വിശ്വാസ്. നിങ്ങളിപ്പോൾ കാണുന്നത് ആതിരപ്പള്ളി വാട്ടർഫാളാണ്. ഞാനിപ്പോൾ ഉള്ളത് ആതിരപ്പള്ളിയാണ്. ആതിരപ്പള്ളിയുടെ യഥാർത്ഥ സൗന്ദര്യം കാണാൻ വേണ്ടി ഒരു മഴയ്ക്ക് ശേഷം ഇങ്ങോട്ട് പുറപ്പെട്ടു. മഴയ്ക്ക് ശേഷം എന്ന് പറയുന്നത് ഒരു മഴ പെയ്ത് തോർന്ന ശേഷം കാണപ്പെടുന്ന ആതിരപ്പള്ളിയുടെ ഒരു ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അടിപൊളിയാണ്. സോ അത് കാണാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു. നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആതിരപ്പള്ളിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനല്ല, പകരം മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നിങ്ങളിൽ അധിക പേർക്കും അറിയാൻ സാധ്യതയില്ല. ഇനി അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്തേക്കും. ആതിരപ്പള്ളി വാഴച്ചാലുമൊക്കെ കണ്ട് അത്യാവശ്യം മനസ്സൊക്കെ ഒന്ന് ഹാപ്പിയായിട്ട് തിരിച്ച് എല്ലാവരും പോരാറാണ് പതിവ്. അങ്ങനെ അത് തിരിച്ചു പോകുന്ന വഴിക്ക് 1-2 കിലോമീറ്റർ ദൂരം കൂടുതൽ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിലൊരു അടിപൊളി സ്ഥലം ഞാൻ പരിചയപ്പെടുത്തരാം. ആതിരപ്പള്ളി ചാലക്കുടി റോഡിൽ നിന്നും മലയാറ്റൂരിൽ പോകുന്ന ഒരു ചെറിയൊരു വഴിയുണ്ട്. അതായത് ഒരു ഫോറസ്റ്റ് റൂട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ റോഡിലൂടെ ഒരു 3 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു അടിപൊളി സ്ഥലത്ത് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. എറണാകുളത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും അതിർത്തിയായിട്ടുള്ള തുമ്പൂർമൊഴി ഡാമിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നത് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമ പാർക്ക് എന്നാണ്. ഇവിടെ നമ്മൾ എത്തിയാൽ ആദ്യം കാണാൻ സാധിക്കുക ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത ശേഷമാണ് ഉള്ളോട്ടേക്ക് പ്രവേശനമുള്ളൂ. മുതിർന്ന ആളുകൾക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത്. കൂടാതെ വാഹനങ്ങൾക്ക്, അതിപ്പോൾ കാറായിക്കോട്ടെ, ബൈക്കായിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിന് എക്സ്ട്രാ ഫീസും മറ്റും വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസും മറ്റും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഗേറ്റ് കടന്ന് നമ്മൾ മുന്നോട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ഒരു പാർക്കിംഗ് ഏരിയയാണ് ആദ്യം കാണാൻ വേണ്ടി സാധിക്കുക. അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയയാണ്, സേഫുമാണ്. അതായത് ഇവരുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനങ്ങൾ അത്യാവശ്യം സേഫായിട്ട് വെക്കാൻ വേണ്ടി സാധിക്കും. ബിക്കോസ് ചുറ്റും ഫോറസ്റ്റാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ കഫ്റ്റീരിയ കാണാം. ഇവിടുത്തെ കഫ്റ്റീരിയ വരുന്നത് ഒരു റൗണ്ട് ഷേപ്പിലാണ്. അപ്പോൾ റൗണ്ട് ഷേപ്പിലായതിന് പുറമെ അതിൻ്റെ മുകളിലായിട്ട് ഇവർ ഈ ചെടികളും മറ്റുമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയ സമയത്ത് എനിക്ക് എന്താ പറയുക, ഫാമിലി ആയിട്ട് ഇവിടെ വരണം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് പറയാൻ കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് വരണം. ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പാർക്കുണ്ട്. അതായത് നമ്മളെ മക്കൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. അത്യാവശ്യം റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ നമുക്ക് മക്കളെ എന്താ പറയുക, അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആതിരപ്പള്ളി നിന്നുള്ള സൗകര്യമില്ല. ആതിരപ്പള്ളി ആയാലും വാഴച്ചാലായാലും വളരെ കുറവാണ്, ലിമിറ്റഡ് ആയുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാം. ഡെഫിനറ്റായിട്ടും അവർക്കത് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഇതല്ല കേട്ടോ ശരിക്കും ഏറ്റവും എന്ന് പറഞ്ഞാൽ ഇനിയും ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അതായത് ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആതിരപ്പള്ളി പോയ സമയത്ത് കിട്ടിയതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് എന്തോന്ന് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഇവിടുത്തെ ഈ ചെറിയ അരുവികളായിരിക്കാം. 7 അരുവികൾ ചേർന്ന് ഒത്തുചേർന്ന ഒരു സ്ഥലം എന്ന് കണക്കാക്കിയാണ് ഇവിടെ ഏഴാറ്റുമുഖം എന്ന പേര് വന്നിട്ടുള്ളത്. ആതിരപ്പള്ളിയേക്കാൾ കുറച്ചുകൂടി പ്രൈവസി കൂടുതലുണ്ടെന്ന് ഇവിടെ തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ അന്യസംസ്ഥാനത്തുള്ള ആളുകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് വളരെ പ്രൈവസിയോട് കൂടി ഒന്ന് കുളിക്കാനും മറ്റുമൊക്കെ സാധിക്കുന്നതാണ് ഇപ്പോൾ ഫാമിലിയിൽ വരുന്ന ആളുകൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നല്ല മഴയുള്ള സമയത്തൊന്നും വന്നേക്കരുത്. ബിക്കോസ് ആ സമയത്ത് ഇവിടെ പ്രളയത്തിൽ വരുന്ന പോലെ വെള്ളം കുത്തി ഒലിച്ച് വരുന്ന സമയമായിരിക്കും. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ മഴയൊക്കെ തോർന്ന് ഒന്ന് മാനമൊക്കെ തെളിഞ്ഞ സമയത്ത് വേണം ഇവിടെ വരാൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം. പിന്നെ ഇവിടുത്തെ മറ്റൊരു വലിയൊരു അട്രാക്ഷനാണ് ഇവിടുത്തെ തൂക്കുപാലം. അതായത് എറണാകുളം ജില്ലയെയും അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലമാണിത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഈ തൂക്കുപാലം കാണാൻ. അപ്പോൾ നമ്മുടെ കുട്ടികളും മക്കളും ഒക്കെ പാഞ്ഞ് കയറുന്നുണ്ട്. അതായത് ഒരു ഓടി കയറുകയാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. സോ അവരുടെ കൂടെ തന്നെ ഞാനും അതേപോലെ തന്നെ ഓടി. ഒരല്പ നേരത്തേക്ക് ഞാനും ഒരു കൊച്ചുകുട്ടിയായി. ബിക്കോസ് ഐ എം എക്സൈറ്റഡ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയ സമയത്തുള്ള വ്യൂ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, ഈ പുളി എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര അടിപൊളിയാണ്. അത് മാത്രമല്ല ക്ലൈമറ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു തണുത്ത ക്ലൈമറ്റായിരുന്നു. അങ്ങ് ദൂരെയായിട്ട് ഏതോ ഒരു മല കാണുന്നുണ്ട്. കൂടാതെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മഴമേഘങ്ങളും പരന്ന് കിടക്കുന്ന ചാലക്കുടി പുഴയും അതിനിടയിലൂടെ തട്ടിത്തെറിച്ചൊഴുകി വരുന്ന അരുവികളൊക്കെ ആയിട്ട് സംഭവം ആകെ കിടുക്കിയിട്ടുണ്ടായിരുന്നു. ഈ പാലം ചെറുതായിട്ടൊന്ന് ആടുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേടിയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പാലം തന്നെയാണ്, അങ്ങനെയൊന്നും പൊട്ടിപ്പോവില്ല. ഈ ഒരു പാലം കടന്ന് നമ്മൾ അക്കരെ കടന്ന് അവിടെ ഒരു ചെറിയൊരു ഗാർഡനും മറ്റുമുണ്ട്. ചെറിയ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഒരു മിനി ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ ഞാൻ അവിടേക്ക് പോയിട്ടില്ല. അവിടേക്ക് വേറെ എക്സ്ട്രാ എൻട്രി ഫീസ്, 20 രൂപയുടെ എക്സ്ട്രാ എൻട്രി ഫീസ് വരുന്നുണ്ട്.
അപ്പോൾ സമയം കുറവായതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല, അതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആതിരപ്പള്ളി വാഴച്ചാൽ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഒരു സ്ഥലം കൂടെ എല്ലാവരും സന്ദർശിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്കൊരിക്കലും നഷ്ടം വരില്ല. സോ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ചെറിയ വീഡിയോ ആയതുകൊണ്ട് ഇനി നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിന് പിശുക്ക് കാണിക്കുന്നത് വേണ്ട കേട്ടോ. ലൈക്ക്, സബ്സ്ക്രൈബ്, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പക്കായിട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരാം. ഇറ്റ്സ് മീ യുഎസ് ശ്യാം വിശ്വാസ്.